അനുരഞ്ജനത്തിൻ്റെ മറ്റൊരു ഉദാത്ത മാതൃക ക്രിസ്തുവിലാണ് നാം കാണുന്നത്. തന്നെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ ശിമയോനോട് അവൻ്റെ കുറ്റങ്ങൾ ക്ഷമിച്ച് 3 പ്രാവശ്യം അവൻ്റെ സ്നേഹത്തെ ആരാഞ്ഞ് 3 പ്രാവശ്യം അവൻ്റെ സ്നേഹത്തെ ഊട്ടിയുറപ്പിക്കുന്ന ക്രിസ്തുവിനെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നാം കാണുന്നു. തള്ളിപ്പറയുന്നവനെ തള്ളിക്കളയുന്നവനായിട്ടല്ല, ഉൾക്കൊള്ളുന്നവനായും തേടിപ്പോകുന്നവനായും ക്രിസ്തുവിനെ സുവിശേഷ ഭാഗം വെളിവാക്കുന്നുണ്ട്. പിന്തിരിഞ്ഞു പോയവനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന കർത്താവ് ഏത് വിശ്വാസിയുടെയും മുമ്പിലെ വലിയ സാധ്യതയാണ്. സത്യ അനുതാപം സാധ്യമാകുന്നത് സ്നേഹത്തിൻ്റെ ഈ ദർശനത്തിലൂടെയാണ്. അത്താഴമേശയിൽ സ്വയം നുറുക്കി നൽകിയവൻ പ്രാതലൊരുക്കി സ്വയം വെളിപ്പെടുത്തുന്ന അനുരഞ്ജനത്തിൻ്റെ മാതൃകയാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം നമുക്ക് കാണിച്ചു തരുന്നത്. സ്നേഹത്തെ തള്ളിയവൻ നിത്യസ്നേഹത്താൽ ഊട്ടി ഉറപ്പിക്കപ്പെടുന്നു. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞവനെ 3 പ്രാവശ്യം ഏറ്റുപറയുന്നവനാക്കി തീർക്കുന്നു. മനുഷ്യരെ പിടിക്കുവാൻ മുടി ചൂടപ്പെട്ടവൻ മനുഷ്യപുത്രനാൽ തിരികെ ചേർക്കപ്പെടുന്നു. കുമ്പസാരം നമ്മുടെ സഭയിലെ ഉദാശയാണ്. വീണുപോകാത്ത മനുഷ്യരില്ല, കുറവുകളില്ലാത്ത ജീവിതങ്ങളുമില്ല. നമ്മളൊക്കെ എത്രയോ സാധാരണക്കാരായ മനുഷ്യർ. 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗത്ത് വെനീസിൽ ആൽക്കഹോളിക് ആണ് എന്ന കാരണം കൊണ്ട് സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു വൈദികനെ കുറിച്ച് വായിച്ചു കേട്ടിട്ടുണ്ട്. സഭ പല ശിക്ഷകൾ നൽകിയെങ്കിലും ഒരു ശിക്ഷയും കാര്യമായൊരു വ്യതിയാനവും അദ്ദേഹത്തിനുണ്ടാക്കിയില്ല. ഒരു സന്ധ്യയ്ക്ക് ഒരു ബാറിൽ അദ്ദേഹം മദ്യപിച്ചു കൊണ്ടിരുന്നപ്പോൾ ആരോ വന്ന് പുറകിൽ നിന്ന് തട്ടി വിളിച്ചു, നിങ്ങളുടെ പുതിയ മെത്രാൻ നിങ്ങളെ കാത്ത് പുറത്തു നിൽപ്പുണ്ട്. അദ്ദേഹം വിചാരിച്ചു, എന്നെ ഇയാൾ കളിയാക്കുകയാണ്. പലരും ഇതേ കാര്യം തന്നെ അദ്ദേഹത്തോട് വന്ന് പറഞ്ഞു. അദ്ദേഹം വിചാരിച്ചു, ഇവരെല്ലാവരും കൂടെ എന്നെ കളിയാക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ഇതൊന്നും ശ്രദ്ധിക്കാതെ അദ്ദേഹം വീണ്ടും മദ്യക്കോപ്പയിലേക്ക് ശ്രദ്ധിച്ചു. അല്പസമയത്തിന് ശേഷം അദ്ദേഹം ശരിക്കും ഞെട്ടിപ്പോയി. ഈ മെത്രാൻ തന്നെ തൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്നു. കർദിനാൾ റോൺ കലി അദ്ദേഹമാണിരുന്നത്. കർദിനാൾ അദ്ദേഹത്തെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി കത്തീഡ്രലിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഒരു കസേരയിലിരുത്തി. പിന്നെ മുട്ടുമേൽ നിന്നുകൊണ്ട് തൻ്റെ കുമ്പസാരം കേൾക്കുവാൻ ദയവുണ്ടാകണമെന്ന് ഈ വൈദികനോട് അപേക്ഷിച്ചു. എൻ്റെ പിഴ എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് കരയുന്ന കർദിനാളുടെ കണ്ണുനീരോടൊപ്പം ആ യുവ വൈദികൻ്റെ കണ്ണുനീരും അലിഞ്ഞു ചേർന്നു. അതിനുശേഷം വൈദികനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കർദിനാൾ റോൺ കലി ഇപ്രകാരം പറഞ്ഞു, മകനെ, ഇതിനു വേണ്ടിയാണ് നീ വിളിവിക്കപ്പെട്ടിരിക്കുന്നത്, ഭൂമിക്ക് മാപ്പ് കൊടുപ്പാനും മാപ്പ് അനുഭവിപ്പാനും. അങ്ങനെ തൻ്റെ ആദര സ്നേഹത്താൽ ആ യുവ വൈദികനെ വീണ്ടെടുക്കുവാൻ കർദിനാൾ റോൺ കലിക്ക് സാധിച്ചു. കർദിനാൾ റോൺ കലി ആയിരുന്നു പിന്നീട് ജോൺ 23-ാമൻ മാർപ്പാപ്പയാകുന്നതും പിന്നീട് 2014 ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. മനുഷ്യർക്ക് മാപ്പ് കൊടുക്കുന്നതും അനുരഞ്ജനപ്പെടുവാൻ കഴിയുന്നതും സവിശേഷമായ കൗദാശിക അനുഭവമാണ്. ഒരു മനുഷ്യനെ യഥാസ്ഥാനപ്പെടുത്തുന്നതിലും നിയോഗത്തിൽ നിലനിർത്തുന്നതിനും ഈ ക്രിസ്തുഭാവം അനിവാര്യമാണ്.